നടൻ ജയസൂര്യക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ഞെട്ടിക്കുന്നതാണെന്ന് പറയുകയാണ് നടി നൈല ഉഷ. തന്റെ അടുത്ത സുഹൃത്താണ് ജയസൂര്യ എന്നും ജയസൂര്യക്കൊപ്പം തനിക്ക് വളരെ നല്ല അനുഭവമാണുള്ളതെന്നും നൈല ഉഷ പറയുന്നുണ്ട്. ഒരു ഓൺലൈൻ മാധ്യമവുമായുള്ള അഭിമുഖത്തിൽ ജയസൂര്യയെ കുറിച്ച് സംസാരിക്കുകയാണ് നടി. സിനിമാ രംഗത്ത് തനിക്ക് വിളിച്ച് എന്റെ സുഹൃത്ത് നിങ്ങളുടെ ഫാനാണ്, പിറന്നാൾ ആശംസ പറയാമോ എന്ന് ചോദിക്കാൻ പറ്റുന്ന വ്യക്തിയാണ് ജയസൂര്യ എന്നും തനിക്കിത് ഷോക്കിംഗ് ആണ്, ഇപ്പോഴത്തെ സംഭവത്തെക്കുറിച്ച് താൻ ജയസൂര്യയോട് സംസാരിച്ചിട്ടില്ലെന്നും നൈല ഉഷ പറയുന്നുണ്ട്. അതേസമയം ആരോപണം ഉന്നയിച്ച സ്ത്രീകൾ കള്ളം പറയുകയാണെന്നോ ജയസൂര്യക്കൊപ്പം നിൽക്കുന്നു എന്നോ അല്ല എന്നും, പക്ഷേ ഈ വെളിപ്പെടുത്തലുകൾ തനിക്ക് ആശ്ചര്യമുണ്ടാക്കുന്നതാണെന്നും നൈല ഉഷ പറയുന്നുണ്ട്. സിനിമാ രംഗത്ത് നിന്നും തനിക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും നൈല ഉഷ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. എല്ലാ സിനിമയിലും തന്നെ നായികയായാണ് വിളിച്ചത്, അതിനാൽ പരിഗണന വ്യത്യസ്തമായിരിക്കുമെന്നും നല്ല ഹോട്ടൽ മുറികൾ നൽകും, തന്റെ നിബന്ധനകൾ അംഗീകരിക്കുമെന്നും, പക്ഷെ അതല്ല എല്ലാവരുടെയും സാഹചര്യമെന്നും, നടിമാരോട് അഡ്ജസ്റ്റ്മെന്റ് ആവശ്യപ്പെടുന്നവരുണ്ട്. പാർവതി തിരുവോത്ത് നേരത്തെ ഇതേക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും നൈല ഉഷ പറയുന്നുണ്ട്. ഒരുപാട് സ്ത്രീകൾ അത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടെന്നും അതേക്കുറിച്ച് താൻ കേട്ടിട്ടുണ്ടെന്നും, ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലുകളിൽ സിനിമാ രംഗത്തെ ആർക്കെങ്കിലും ഞെട്ടൽ തോന്നുന്നുണ്ടെങ്കിൽ അതാണ് തന്നെ ഞെട്ടിക്കുന്നതെന്നും നൈല ഉഷ കൂട്ടിച്ചേർത്തു. മലയാള സിനിമാ രംഗത്ത് മാത്രമാണ് താൻ പ്രവർത്തിച്ചിട്ടുള്ളത്, എന്നാൽ തനിക്ക് ഒരിക്കലും മോശം അനുഭവം അവിടെ നിന്നും ഉണ്ടായിട്ടില്ല എന്നും, തനിക്ക് എപ്പോഴും ബഹുമാനം ലഭിച്ചിട്ടുണ്ടെന്നും, തന്നെ പ്രോജക്റ്റുകളിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തത്. ഒരു പ്രോജക്റ്റിലേക്ക് ക്ഷണിക്കപ്പെടുന്നവരോടും ആ പ്രോജക്റ്റിലേക്ക് അവസരം തേടുന്നവരോടുമുള്ള സമീപനത്തിൽ വ്യത്യാസമുണ്ടാകുമെന്നും നൈല ഉഷ പറയുന്നുണ്ട്. അതേസമയം നടൻ ജയസൂര്യക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണം വലിയ വിവാദമായിരിക്കുകയാണ്. നിലവിൽ 2 യുവതികളാണ് ജയസൂര്യക്കെതിരെ രംഗത്തെത്തിയത്. സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വെച്ച് കടന്നു പിടിച്ചെന്നാണ് കൊച്ചി സ്വദേശിനിയായ നടിയുടെ പരാതി. തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് തിരുവനന്തപുരം സ്വദേശിയായ മറ്റൊരു യുവതിയുടെ പരാതി. സിനിമാ രംഗത്ത് വലിയ വിവാദങ്ങളിലൊന്നും ഇതുവരെയും അകപ്പെടാതിരുന്ന നടനായിരുന്നു ജയസൂര്യ. എന്നാൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പരാതികളിൽ നടനെതിരെ വ്യാപക വിമർശനം വരുന്നുണ്ട്. അതേസമയം തനിക്കെതിരെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യത്തിൽ അറസ്റ്റ് ഭയന്ന് ന്യൂയോർക്കിലുള്ള നടൻ ഉടനെ കേരളത്തിലെത്തില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ജയസൂര്യയുടെ അടുത്ത സുഹൃത്തുക്കൾ ചില മാധ്യമങ്ങളോടാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തതിനാൽ അറസ്റ്റിനുള്ള സാധ്യത വളരെയേറെയാണെന്ന് അഭിഭാഷകർ ജയസൂര്യ അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള ശ്രമത്തിലാണ് ജയസൂര്യ. ഹൈക്കോടതിയുടെ തീരുമാനം ഉണ്ടാകുന്നതുവരെ ജയസൂര്യ വിദേശത്ത് തുടരുമെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി എന്ത് തീരുമാനം എടുക്കുന്നു എന്നതനുസരിച്ചായിരിക്കും ജയസൂര്യ നാട്ടിലെത്തുക. ജയസൂര്യയ്ക്ക് പുറമെ സിദ്ദിഖ്, മുകേഷ്, ബാബുരാജ്, രഞ്ജിത്ത് തുടങ്ങിയ പ്രമുഖർക്കെതിരെ പരാതികൾ വന്നിട്ടുണ്ട്. ആരോപണത്തിന് ശേഷം രഞ്ജിത്ത് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും രാജിവെച്ചു. സിദ്ദിഖ് താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനവും ഒഴിഞ്ഞു. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ്. പ്രതിപക്ഷം ഈ ആവശ്യം ഉന്നയിച്ച് ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നടത്തിവരികയാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.